ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസംബർ 2025 CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ഇൻകം ടാക്സ് റിലേറ്റഡ് അമെൻമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഡിസൽവൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ സെറ്റിലിംഗ് റെഗുലേറ്ററി ഡിഫോൾട്ട്സ് അണ്ടർ സ്പെസിഫൈഡ് ആക്ട്സ്. ഇനി പറയാൻ പോകുന്ന ആക്റ്റുകളിൽ വരുന്ന ഡിസ്പ്യൂട്ടിൽ നമ്മൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അമൗണ്ട്സ് മണി, ഓക്കെ, പൈസ എന്താക്കി കാണിക്കരുത്, ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് അലൗ ചെയ്യില്ല, അതിനെ ഡിസലൗ ചെയ്യും എന്നാണ് പറയുന്നത്. The government under clause 4 of explanation 3 to section 37 subsection 1 has notified that any expenditure incurred for settling proceedings related to contraventions or defaults under the following laws will not be allowed as a business deduction. അതായത് നമുക്കെതിരെ ഒരു കേസ് വന്നു, ഓക്കെ, ആ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു അമൗണ്ട് കൊടുക്കണം. അപ്പോൾ അസസി പറയുന്നത് ആ കേസ് ഒഴിവാക്കുക എന്നുള്ള ബിസിനസ്സിൻ്റെ ആവശ്യമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിനെ ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് തരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ആക്ട് പ്രകാരമാണ് അത് ഡിസലോ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി ആക്ട്. രണ്ടാമത്തെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട്, ഡെപ്പോസിറ്ററീസ് ആക്ട്, കോമ്പറ്റീഷൻ ആക്ട്. ഈ 4 ആക്ട് പ്രകാരം എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നു, ആ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും അമൗണ്ട് കൊടുത്തു, അതിനെ എന്തായി കണക്കാക്കരുത്, ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കരുത് എന്നാണ് പറയുന്നത്. അടുത്തത് എക്സ്റ്റൻഷൻ ഓഫ് ഡ്യൂ ഡേറ്റ് ഫോർ ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2025-26. അതായത് ഇതിൽ പറയുന്നത് 15th December ആണ്, അതായത് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം. നോൺ ഓഡിറ്റ് കേസ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആക്ച്വലി 31st July ആണ് എല്ലാ കൊല്ലം. പക്ഷേ ഇക്കൊല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് September 15th ആക്കിയിട്ടുണ്ട്. പക്ഷേ September 15th വീണ്ടും അവർ എന്ത് ചെയ്തു, ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ കറണ്ട് ഡ്യൂ ഡേറ്റ് ഇപ്പോൾ എത്രയും മാറിയിട്ടുണ്ട്, 16th September 2025. ഓക്കെ, assessee having long-term capital gain under section 112A up to 1,25,000 and does not have any brought forward loss or loss to be carried forward under the head can also file return of income in ITR 1 or ITR 4 provided other conditions are satisfied. അതായത് നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാം. അതായത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ, നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിൽ നിങ്ങൾക്ക് വല്ല ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ, ഓക്കെ, യൂഷ്വലി നമ്മൾ ITR 2 ആണ് ഫയൽ ചെയ്യുക. യൂഷ്വൽ കേസാട്ടോ പറയുന്നത്, വേറെയും ഇൻകം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറും. അപ്പോൾ യൂഷ്വലി ITR 2 ആണ് ഫയൽ ചെയ്യുക. പക്ഷെ ഇവിടെ പറയുകയാണ് നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A ലെസ് ദാൻ 1,25,000 ആണ് ഉള്ളതെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഫയൽ ചെയ്യേണ്ട, ITR 2 ഫയൽ ചെയ്യേണ്ട, ITR 1 അല്ലെങ്കിൽ ITR 4 ബേസ്ഡ് അപ്പോൺ അതർ ഇൻകം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം. അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഈ 1,25,000 എന്ന് പറയുന്നത് ഈ 112A പ്രകാരമുള്ള ക്യാപിറ്റൽ ഗെയിൻ്റെ ത്രഷോൾഡ് ലിമിറ്റാണ്. അതായത് 1,25,000 മുകളിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A വന്നു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്താൽ മതി, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. TCS applicability on specified luxury goods under section 206C 1F. The government under section 206C 1F 2 has notified a list of specified luxury or high value goods. If the value of these goods exceeds rupees 10 lakh, tax is required to be collected at source by the seller. അതായത് ലക്ഷറി ഗുഡ്സ് അതിൻ്റെ വില എത്ര കൂടണം, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, TCS കളക്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഹൈ വാല്യൂ ഗുഡ്സ് എന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ റിസ്റ്റ് വാച്ച്, ആർട്ട് പീസസ്, കളക്റ്റബിൾസ്, യാച്ച്, ബോട്ട്, കനോൺസ്, ഹെലികോപ്റ്റേഴ്സ്, സൺഗ്ലാസസ്, ബാഗ്, ഷൂസ്, സ്പോർട്സ് വെയർ ആൻഡ് എക്യുപ്മെൻറ്റ്, ഹോം തിയേറ്റർ സിസ്റ്റം, ഹോഴ്സസ് യൂസ്ഡ് ഫോർ ഹോഴ്സ് റേസിംഗ് ഓർ പോളോ. ഇതിങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അങ്ങനെയുള്ള ലക്ഷറി ഗുഡ്സിൻ്റെ വാല്യൂ 10 lakh എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് കളക്ട് ചെയ്യാൻ നിർബന്ധമാണ്, TCS കളക്ട് ചെയ്യാൻ വേണം. അപ്പോൾ എന്തിനാണ് ഈ TCS കളക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ഹൈ വാല്യൂ ഗുഡ്സ് ട്രാൻസാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ കെൽപ്പുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ അത് ആരൊക്കെയാണ്, അവർ പ്രോപ്പറായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ TCS അല്ലെങ്കിൽ TDS അപ്ലിക്കബിലിറ്റി കൊണ്ടുവരുന്നത്. This notification ensures TCS compliance on high-end discretionary goods to curb tax evasion and improve traceability of luxury purchases. അതാണ് നേരത്തെ പറഞ്ഞത്, ലക്ഷറി ഗുഡ്സ് ആരൊക്കെ പർച്ചേസ് ചെയ്യുന്നു എന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് TCS അപ്ലിക്കബിലിറ്റി.
No deduction of tax at source under section 194EE on payment of amount referred to in section 80 CCA 2A, that is National Savings Scheme, which is withdrawn by the assessee being an individual. ഇവിടെ എന്തായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ നാഷണൽ സേവിങ്സ് സ്കീമിൽ നിന്ന് അമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ TDS അപ്ലിക്കബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽസ് അവരുടെ പൈസ തന്നെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് TDS കട്ട് ചെയ്യുമ്പോൾ ആ TDS പിന്നെ റീഫണ്ട് വാങ്ങാൻ വേണ്ടി അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നാമത് ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആ പീരീഡ് വരെ അവർ വെയിറ്റ് ചെയ്യണം. രണ്ടാമത് അവർക്ക് ചിലപ്പോൾ വേറെ ഒരു ഇൻകം ഉണ്ടാവില്ല, ബിലോ ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ്, ഇൻഡിവിജ്വൽസ് ആണ് അമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്ത് വേണ്ട, TDS ഡിഡക്റ്റ് ചെയ്യണ്ട. Every person who has been allotted PAN on the basis of enrollment ID of Aadhaar application form filed prior to 1/10/2024 shall intimate his Aadhaar number to the Principal Director General of Income Tax or Director General of Income Tax or the person authorized by the said authorities within 31/12/2025. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പാൻ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു ആധാർ എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ ഇവരെന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം, അവരുടെ ആധാർ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് റൂള്. പക്ഷെ ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ആധാർ നമ്പർ ഈ ടൈമിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആധാർ എൻറോൾമെൻറ്റ് ID മെൻഷൻ ചെയ്താലും മതി. അതായത് ആധാർ നമ്പർ തന്നെ വേണമെന്നില്ല, എൻറോൾമെൻറ്റ് ID അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ആധാർ കിട്ടും, അത് കൊടുത്താലും മതി. ഇങ്ങനെയായിരുന്നു ഇത്രയും കാലം. പക്ഷെ ഇപ്പോൾ പറയുകയാണ് 1/10/2024 ശേഷമാണെങ്കിൽ ഈ പ്രോസസ്സ് ഒഴിവാക്കി. എൻറോൾമെൻറ്റ് ID സമ്മതിക്കില്ല, ആധാർ നമ്പർ തന്നെ വേണം. ഇനി ആധാർ നമ്പർ കൊടുക്കാണ്ട് ഇതിന് മുന്നേ, അതായത് 1/10/2024 മുന്നേ വരെ എൻറോൾമെൻറ്റ് ID കൊടുത്ത് എടുത്ത ആൾക്കാരുണ്ടാവില്ല പാന്, അവരെല്ലാവരും അവരുടെ ആധാർ നമ്പർ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ പേഴ്സൺ ഓതറൈസ് ഇവരുടെ അടുത്ത് ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതായത് അവരുടെ ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം റെക്കോർഡ്സിൽ എന്നാണ് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കുഞ്ഞ് അമെൻമെൻറ്റ്സ് ഡീറ്റെയിൽ CMA ഡിസംബർ 2025 അറ്റംപ്റ്റിൽ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. IDT അമെൻമെൻറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.